ഒരിക്കൽ ഉണ്ടായിരുന്നു, അത് ഇല്ലാതെയാക്കിയതാണ്. അത് പുനഃസ്ഥാപിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളൊരു വിഷയം, ഈ റിസർവേഷനും ക്രിമിലെയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ കാണാൻ പറ്റും. എല്ലാവർക്കും സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് അയാൾ സുപ്രീം കോടതിയിൽ വാദിച്ചത്. അല്ല, നിങ്ങൾ നോക്കൂ, ആ കോടതിയിൽ നടന്ന അതിന്റെ ട്രയലിന്റെ കോപ്പികൾ എടുത്തു നോക്കൂ. അദ്ദേഹം വാദിച്ചതോ എല്ലാവർക്കും സാമ്പത്തിക സംവരണം വേണമെന്നാ. എല്ലാവർക്കും സാമ്പത്തിക സംവരണം വേണമെന്നാണ്. പിന്നോക്കക്കാരുടെ ലീഗൽ ഇന്റലക്ച്വലായി ഇന്ന് കേരളം കൊണ്ടാടുന്ന അദ്ദേഹം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയായിരുന്നു. നമ്മുടെ ചില ആളുകളുടെ കേസ് അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ നോക്കുന്നത്. നമുക്ക് അടുത്ത സുഹൃത്താണ്. നമ്മൾ നടത്തിയ പ്രസംഗം ഈ 2025 നടത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം അന്നത് പറയാം ഭരണഘടന വിരുദ്ധമാണ്. ഈ സുപ്രീം കോടതി വിധി ഭരണഘടന വിരുദ്ധമാണ്. ഇന്നത് പറയാൻ കഴിയില്ല. ഭരണഘടന വിരുദ്ധമല്ല. ഭരണഘടന നമ്മുടെ നേതാക്കന്മാർ, പാർട്ടികൾ, നമ്മൾ വിശ്വസിച്ച അംബേദ്കർക്ക് ശേഷം കാഞ്ചറാമിന് ശേഷം മായാവതി എന്നാണ് നമ്മൾ കരുതിയത്. ബുദ്ധനേക്കാൾ വലിയ പ്രാധാന്യം മായാവതിക്ക് ഉണ്ടായിരുന്നു. ആ മായാവതിയുടെ പാർട്ടിയാണോ ഈ ഭേദഗതിക്ക് കൂട്ടുന്നത്? പിന്നെ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കണം? ഒരു സാധ്യതയില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട വിഷയാവതാരകൻ, 1980കളുടെ രണ്ടാം പകുതി മുതൽ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും പ്രക്ഷോഭണങ്ങളിലും ഒക്കെ നിലയുറപ്പിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ വളരെ വേദനയോടുകൂടി മനസ്സിലാക്കിയ ഒരു സംഗതി, കേരളത്തിൽ ഈ സംവരണീയ സമുദായങ്ങളെ പ്രതിദാനം ചെയ്യുന്ന സംഘടനകളുടെ നേതാക്കന്മാർക്ക് സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപരവും ഭരണഘടനാപരവുമായ വിഷയങ്ങളിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ വസ്തുതാപരമായ വിവരണങ്ങളിൽ പ്രാഥമികമായ ലെവലേശം വിവരമില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഉദാഹരണത്തിന്, കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെ ഒരു സംവരണ വിദഗ്ധനായി അറിയപ്പെടുന്ന കോഴിക്കോടുകാരനായ OP രവീന്ദ്രൻ, അദ്ദേഹത്തിന്റെ എയ്ഡഡ് മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ 1886 അല്ലേ, തിരുവിതാംകൂർ മഹാരാജാവിന് SNDP യോഗം ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ നൽകിയ ഈഴവ മെമ്മോറിയൽ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ നാട്ടുകാരനായ വൈപ്പിൻകരയിൽ ചെറായി സ്വദേശിയായ സഹോദരൻ അയ്യപ്പൻ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട അയ്യപ്പൻ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് പരാമർശിച്ച് കാണുകയുണ്ടായിട്ടുണ്ട്. ഞാനിത് കുറ്റം പറയുകയല്ല, ഒരു സത്യം പറയുക. സഹോദരൻ അയ്യപ്പൻ അന്ന് മുലകുടി പ്രായമാണ്. മുലകുടി പ്രായമുള്ള സഹോദരൻ അയ്യപ്പൻ തിരുവിതാംകൂറിൽ പ്രധാനമായും നടക്കുന്ന പൽപ്പു സ്വന്തം നിലക്ക് ആദ്യം കൊടുക്കുകയും 1 വർഷത്തിന് ശേഷം സമുദായം എന്ന നിലയിൽ കൊടുക്കുകയും ചെയ്ത ഈഴവ മെമ്മോറിയലിനെ എങ്ങനെയാണ് മുലകുടി പ്രായം കഴിയാത്ത സഹോദരൻ അയ്യപ്പൻ സഹായിച്ചതെന്ന് ആലോചിച്ചോ? ആ പുസ്തകം കിട്ടിയ മാത്രയിൽ വായിച്ചു തുടങ്ങിയപ്പോൾ പൊട്ടി ചിരിച്ച ഒരാളാണ് ഞാനിത് പറയാൻ കാരണം, 1935 കേരളത്തിൽ തിരുവിതാംകൂറിൽ സംവരണം ആരംഭിക്കുന്നത്. അന്ന് അയ്യങ്കാളി ഉണ്ട്. അയ്യങ്കാളി ഉള്ളപ്പോൾ തന്നെയാണ് ഉപസംവരണത്തോട് കൂടിയ SC/ST സംവരണം വരുന്നത്. OBC സംവരണം വരുന്നത് 35%, OBCക്കും 10%, SC/STക്കും അയ്യങ്കാളി ജീവിച്ചിരിക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ കൊച്ചിയിൽ PC ചാഞ്ചൻ MLC ഉള്ള കാലത്താണ് 35 ഉപസംവരണത്തോടുകൂടി സംവരണം നടപ്പിലാക്കപ്പെടുന്നത്. SC/ST ലിസ്റ്റുണ്ട്. SC/ST ലിസ്റ്റുണ്ട്. SC ലിസ്റ്റ് മാത്രമല്ല, SC/ST ലിസ്റ്റുണ്ട്. അതിനകത്ത് സമുദായങ്ങൾ തിരിച്ചുള്ള പട്ടികയുണ്ട്. വെറുതെ അണ്ടർവെയറോ ആൻഡ്രോയിഡോ ഉള്ള ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് അടിച്ചു നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 1951 തിരുകൊച്ചി ഉണ്ടായപ്പോ
ഉപസംവരണത്തോടു കൂടിയ ഈ തൃശ്ശൂരുകാരനായ PC മോഹനന്റെ അച്ഛൻ സഖാവ് ചാത്തൻ മാസ്റ്റർ EMSന്റെ മന്ത്രിസഭയിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് ഗതാഗതം അല്ലെ ആയിരുന്ന സമയത്താണ് ഈ ഉപസംവരണം എടുത്തു കളഞ്ഞത്. പിന്നോക്കക്കാർക്ക് 5% കൂടി വർദ്ധിപ്പിച്ച് 35-40% ആ OBC ലിസ്റ്റ് ഇപ്പോഴും ഉപസംവരണമുണ്ട്. SC/ST വിഭാഗങ്ങളുടെ സബ് ക്ലാസിഫിക്കേഷൻ എടുത്തു കിടന്നത് KPMSന്റെ സ്ഥാപക നേതാവ് കൂടിയായ PK ചാത്തൻ മാസ്റ്ററാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്, ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നതോ ഇപ്പോ 2024 ആഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സബ് ക്ലാസിഫിക്കേഷൻ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ. പ്രധാനമായി സംവരണ വിദഗ്ധർ, പണ്ഡിതർ, അഭിഭാഷകർ, അക്കാദമികർ 1935 മുതലുണ്ട് സാർ. ഇത് 1935 കൊച്ചിയിലുണ്ട്, തിരുവിതാംകൂറിലുണ്ട്. 35 ഇന്ത്യ ആക്ട് പ്രകാരം അവിടെ സബ് ക്ലാസിഫിക്കേഷൻ ഇല്ലെങ്കിലും ഈ തിരുവിതാംകൂറിൽ ചേറ്റുവ അപ്പുറം അല്ലെ മലബാർ മദ്രാസ് പ്രസിഡൻസിൽ സംവരണമുണ്ട്. 52 ലിസ്റ്റ്. ആ ലിസ്റ്റ് ശൂദ്രർ ആരായിരുന്നു എന്നുള്ള പുസ്തകത്തിലല്ല, അസ്പൃശ്യരാരായിരുന്നു എന്ന് പറയുന്ന 52 പുസ്തകത്തിൽ ആ ലിസ്റ്റുണ്ട്, ജാതികളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ട് വേണ്ടേ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ? എന്നുവെച്ചാൽ 2024 ആഗസ്റ്റ് മാസം 1 സുപ്രീം കോടതി പരിശോധിച്ചതോ ഉപസംവരണം കൊടുത്ത സ്റ്റേറ്റുകൾ ഭരണഘടന അനുസൃതമായിട്ടാണോ കൊടുത്തത്? 341, 342 ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നാണ് പരിശോധിച്ചത്. എന്ന് വെച്ചാൽ 10 യൂണിയൻ സ്റ്റേറ്റിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലും ഇപ്പോ 11 സ്ഥലത്ത് ഉപസംവരണം ഉണ്ട്. കേരളത്തിൽ ഉണ്ടായിരുന്നു, അത് ഇല്ലാതെയാക്കിയതാണ്. അത് പുനഃസ്ഥാപിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളൊരു വിഷയം ഈ റിസർവേഷനും ക്രിമിലെയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പദപ്രയോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ കാണാൻ പറ്റും. ഈ ജസ്റ്റിസ് രാംനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1 ലക്ഷം രൂപയാണ് പിന്നോക്കക്കാർക്ക് ആദ്യം നിശ്ചയിക്കുന്നത്. പിന്നെ അത് പടിപടിയായി വർദ്ധിച്ച് 8 ലക്ഷമായി. അപ്പൊ ഞാൻ പറയുന്നു, അതല്ലെങ്കിൽ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ SC/ST വിഭാഗങ്ങളിൽ ഓൾറെഡി ക്രിമിലെയർ ഉണ്ടല്ലോ, അപ്രഖ്യാപിത ക്രിമിലെയർ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന പോലെ 5 ലക്ഷം രൂപ വരെ. സംശയമുണ്ടോ? സാർ ഗൂഗിൾ തിരയൂ. ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ചു ഹെഡ് ഓഫീസുള്ള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പദ്ധതികളിൽ 5 ലക്ഷം, 2.5 ലക്ഷം മറ്റതാ, 5 ലക്ഷം വരെ, 5 ലക്ഷം വരെ ആയി. എന്നുവെച്ചാൽ 3 ലക്ഷത്തിന്റെ വിടവാണ് പിന്നോക്ക ജാതിക്കാരും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരും തമ്മിൽ നിലവിലുള്ളതോ 3 ലക്ഷത്തിന്റെ വിടവാണുള്ളത്. ഇവിടെ 2004 സുപ്രീം കോടതി വിധിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതോ പിന്നോക്കക്കാരുടെ മാനദണ്ഡങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ മാനദണ്ഡങ്ങളായിരിക്കണം എന്ന് പറഞ്ഞോളൂ. ഗവൺമെന്റിനോട് നടപ്പാക്കാൻ പറഞ്ഞില്ല. പക്ഷേ ആ മാനദണ്ഡങ്ങളാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ക്രിമിലെയർ വേണോ വേണ്ടതോ എന്നതാണ് നമ്മുടെ ചർച്ച. അവിടെ അന്തിമമായ തീരുമാനം എടുത്തിട്ട് മതി നമുക്ക് മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യല്ലേ. ഇത് കാട് കാണുമ്പോൾ മരം കാണാതിരിക്കുക, മരം കാണുമ്പോൾ കാട് കാണാതിരിക്കുക, സാർവത്രികതയും അനന്യതയും തമ്മിലുള്ള വ്യത്യാസം, കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കാത്ത രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നില്ല പട്ടികജാതിക്കാരെ കണ്ടാൽ, ബസ് സ്റ്റോപ്പിൽ പട്ടികജാതിക്കാർ കൈ കാണിച്ചാൽ ബസ് നിർത്തുന്നില്ല, താലൂക്ക് ഓഫീസിൽ നിന്ന് യഥാസമയം സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഈ 2024 ആഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് നോട്ടീസ് അയക്കുകയും ഇത് കണ്ട മാത്രയിൽ അഡ്വക്കേറ്റ് PK ശാന്തമയും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും സഖാവുമായ M ഗീതാനന്ദൻ എറണാകുളത്ത് കഴിഞ്ഞ മാസം 31 ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്തു. 12 പേരാണ് ആ കൺവെൻഷനിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് 12 മാറ്റി വെച്ചു, ആള് പറഞ്ഞതുകൊണ്ട്. ഈ ക്രിമിലെയറിനെ എതിർക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കണം. ഏത് നിലപാടിൽ?
2024 ആഗസ്റ്റ് 1 ക്രീമി ലെയറിന്റെ കാര്യം അല്ല പറഞ്ഞത്, ഉപസംവരണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിന്റെ ഒരു പരാമർശം എന്ന നിലയിൽ ക്രീമി ലെയർ വന്നു. ആ ക്രീമി ലെയറിനെതിരായിട്ട് പട്ടികജാതി പട്ടികവർഗ എംപിമാർ, പ്രത്യേകിച്ചും BJP എംപിമാർ പ്രധാനമന്ത്രിയെ കാണുന്നു. പിന്നെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ അശ്വിനി വൈഷ്ണവിനെ കാണുന്നു. മന്ത്രിസഭ യോഗ തീരുമാനമെടുക്കുന്നു ക്രീമി ലെയർ നടപ്പിലാക്കാൻ. നമ്മളോട് പറഞ്ഞിട്ടില്ല, അതൊരു പരാമർശം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ അത് നടപ്പാക്കുന്നില്ല എന്ന് പറയും. ആ നിലപാടിൽ കേന്ദ്ര ഗവൺമെന്റ് ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഡോക്ടർ മുകുന്ദൻ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. ഡോക്ടർ മുകുന്ദൻ, മഹാത്മാഗാന്ധിയുടെ ശിഷ്യനായ ഡോക്ടർ മുകുന്ദൻ ഇന്നലെ എറണാകുളത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒപ്പമായി ഇവര് അങ്ങോട്ട് പോയാലും ക്രീമി ലെയർ നടപ്പിലാക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ മണ്ഡൽ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു അത് ഭരണഘടനാ വിരുദ്ധമാണ് ക്രീമി ലെയർ ഏർപ്പെടുത്തിയത്. ഇന്ന് സാമൂഹ്യമായ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ് ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 2019 BJPയും BSPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും അസാസുദ്ദീൻ ഉവൈസിയുടെ സംഘടനയെ ഒഴിച്ചു നിർത്തിയാൽ എല്ലാവരും കൂടി ഗൂഢാലോചനപരമായി ഭരണഘടന അട്ടിമറിച്ചു. ആ ഭരണഘടന സാമ്പത്തികം എന്ന് പറയുന്ന ഘടകം കൂടി ഉൾച്ചേർത്തു. BSP ഉണ്ട്, BJP ഉണ്ട്. BJPയുടെ തൊറാട്ട ഇവിടെ ഉണ്ട്. ഈ സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടോ? തൊറാട്ടാണ് ഇത് അവതരിപ്പിച്ചെങ്കിലും BSP ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്. അസാസുദ്ദീൻ ഉവൈസി ഇല്ല, ഈ മുസ്ലിം ലീഗില്ല. ഇവരെല്ലാവരും ചേർന്ന് ഭരണഘടന അട്ടിമറിച്ചു സാർ. അപ്പോ സുപ്രീം കോടതി ക്രീമി ലെയർ, അതായത് നമ്മുടെ ജസ്റ്റിസ് ക്രീമി ലെയറിന് അനുകൂലമാണല്ലോ. അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്കാണ് ഈ പൊതു താല്പര്യ ഹർജി വരികയാണെങ്കിൽ ക്രീമി ലെയർ ഉറപ്പാണല്ലോ. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സാർ നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ കണ്ണിലെ കൃഷ്ണമണികൾ പോലെ നമ്മൾ കാത്തു സൂക്ഷിച്ച BSP വരെ ക്രീമി ലെയറിന് അനുകൂല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സമയത്ത് ക്രീമി ലെയറിനെതിരായിരുന്നു മായാവതി, കാൻഷിറാം. അതുപോലെ തന്നെ CPI-ക്കാരും എതിരായിരുന്നു പ്രസ്താവനകളിലൂടെ. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി CPM അനുകൂലമായിരുന്നു. CPI അടിസ്ഥാനപരമായി ഭരണഘടന അട്ടിമറിച്ചു. അതായത് ഈ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നിലവിലുള്ള ഭരണഘടനയ്ക്കകത്ത് അംബേദ്കറുടെ കാലത്തുള്ള ഭരണഘടന വെച്ചിട്ട് സംസാരിക്കാൻ പോയാൽ നമുക്കൊരു ലക്ഷ്യം കിട്ടില്ല. ക്രിമിനലിനെതിരെ ഞാനൊക്കെ എത്രയോ പ്രഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ സജീക ചേരമനെതിരെ 2019 എത്രയോ പ്രഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നു. അദ്ദേഹം ഹൈക്കോടതിയിൽ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി, അങ്ങനെ എഴുതി എന്നൊക്കെ പറഞ്ഞ് ഈ കേരളം മുഴുവൻ സജീക ചേരമനെതിരായിട്ട് പ്രസംഗിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഭേദഗതികളുടെ അടിസ്ഥാനം. നിലവിലുള്ള ഭരണഘടന പ്രകാരം ക്രീമി ലെയർ ഭരണഘടനാ വിരുദ്ധമായ ഒരു സംഭവമേ അല്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ചേർന്ന് ഭരണഘടന സാമ്പത്തിക മാനദണ്ഡം തിരികെ കയറ്റി സംവരണത്തിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചു. അപ്പോൾ അത് മാറ്റാൻ വല്ല സാധ്യതയുണ്ടോ? നമ്മളെന്താറ് പേര് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ സാർ? IDF വിചാരിച്ചാൽ നടക്കോ ഈ ഭേദഗതി മാറ്റാൻ? രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? ഇല്ല. BSPക്കായിരുന്നു പിന്തുണ, അവരാണ് ഇത് അട്ടിമറിച്ചത്. അപ്പോ എന്തു ചെയ്യും? എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ക്രിമിനലിനെതിരെ പ്രസംഗിക്കാം, തേക്കുംകാട് മൈതാനിൽ പ്രസംഗിക്കാം, മുതലക്കുളം മൈതാനിൽ പ്രസംഗിക്കാം, കോട്ടയം പോലീസ് സ്റ്റേഷൻ മൈതാനിൽ പ്രസംഗിക്കാം, തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനത്തും പ്രസംഗിക്കാം. പക്ഷേ ക്രിമിലെയർ വരും, ഒരു സംശയം വേണ്ട. അങ്ങനെ ക്രിമിലെയർ വരുമ്പോ 2024 ആഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയിൽ അതിവിശദമായി 1935 ഇന്ത്യ ആക്ടിലെ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് അടക്കമുള്ളത് അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് സാർ പറഞ്ഞിട്ടുള്ള പുതിയ മാനദണ്ഡങ്ങളെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, നിലവിലുള്ള ക്രിമിലെയറിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ പട്ടികജാതി വികസന വകുപ്പിന്റെ ഈ ഇതുകൊണ്ട് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ക്രിമിലെയറിന് അടിച്ചു നോക്കി കഴിഞ്ഞ് ഈ സാധനം വരും. 60 പൈസ അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ആ DTP സെന്ററിൽ നമ്മളത് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വീട്ടിൽ പോവാം.
ക്രിമിലെയറിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ, സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ കാലങ്ങളിലുള്ള മുഴുവൻ ഉത്തരവുകളുണ്ട്, അതിന്റെ മാനദണ്ഡങ്ങളുണ്ട്. ഇത് പഠിക്കണം നമ്മൾ, ഇത് പഠിക്കണം. പിന്നോക്കക്കാരുടെ മാനദണ്ഡങ്ങളാണിത്. പിന്നോക്കക്കാരുടെ മാനദണ്ഡങ്ങൾ, നിലവിലുള്ള ക്രിമിലെയർ പിന്നോക്കക്കാർക്ക്. ഞാൻ ചോദിക്കട്ടെ, അവന്മാർ എത്ര ശതമാനമുണ്ട്? 52%. 27% സംവരണം കൊടുക്കാനാണ് മണ്ഡൽ പറഞ്ഞത്. 50-50. പഴയ സുപ്രീം കോടതി ഉത്തരവ് നിലവിലുള്ളതുകൊണ്ട് 50-50 എന്ന് പറഞ്ഞിട്ടാണ് 27% സംവരണം കൊടുക്കാൻ പറഞ്ഞത്. ആ 27% സംവരണത്തിനകത്താണ് ക്രിമിലെയർ അടിച്ചേൽപ്പിച്ചത്. നമ്മളെക്കാൾ ശക്തരായ വെള്ളാപ്പള്ളി നടേശനെ പോലെ, ഗോകുലം ഗോപാലനെ പോലെയുള്ള ആളുകളൊക്കെ ഉള്ള ഒരു സമുദായമാണ്. വല്ലതും നടന്ന ക്രിമിലെയറിനെതിരായിട്ട് എന്തെങ്കിലും നടന്ന ക്രിമിലെയർ നടന്നു. അതുകൊണ്ട് ആ സമുദായത്തിലുള്ള ആളുകൾ സണ്ണിയം കവിക്കാട് പറഞ്ഞിട്ടുള്ളത് പോലെ അനാഥരായി പോയോ? ഇല്ല. ആ ക്രിമിലെയർ തന്നെയാണ് എസ് എൻ ട്രസ്റ്റിന്റെ നേതാക്കന്മാർ, അവർ തന്നെയാണ് SNDP യോഗം നേതാക്കൾ. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഏതൊരു സമുദായത്തിന്റെയും സാമൂഹ്യ പരിഷ്കരണം, മൂർഷാ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആ സമുദായത്തിലെ, ആ വർഗത്തിലെ വിപ്ലവകാരികളായി മാറുന്ന ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച വർഗങ്ങളായിരിക്കും. അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിമിലെയർ ഒരു യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 1993 1 ലക്ഷം രൂപയായിരുന്നെങ്കിൽ 2004 അവർക്ക് 2.5 ലക്ഷം രൂപയായി. 2008 4.5 ലക്ഷം രൂപയാണ്. 2013 6 ലക്ഷം രൂപയായി. 2017 8 ലക്ഷം രൂപയായി. ഇനിയിപ്പോ 7 വർഷത്തിനിടയിൽ പുതുക്കലുണ്ടായിട്ടില്ല. 3 വർഷം പുതുക്കണമെന്നാണ് അന്ന് പറഞ്ഞത്, ജസ്റ്റിസിന്റെ റിപ്പോർട്ട് പറഞ്ഞത്. ഇത് പുതുക്കാത്തുള്ള സങ്കടം മാത്രമാണ്. ഈ സുപ്രീം കോടതിയിൽ എല്ലാവർക്കും സാമ്പത്തിക സംവരണം വേണമെന്ന് പറഞ്ഞ് വാദിച്ച ഒരു വക്കീലുണ്ട്. കേരളത്തിലെ പിന്നോക്കക്കാർ കൊണ്ടു നടക്കുന്ന ഡോക്ടർ മോഹൻ ഗോപാൽ. അദ്ദേഹം ഈ EWSയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ വാദിച്ചത് ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകൾ ആദിവാസികളാണ്, അത് കഴിഞ്ഞാൽ ദലിതരാണ്, അത് കഴിഞ്ഞാൽ പിന്നോക്കക്കാരാണ്. അപ്പൊ സവർണർക്ക് മാത്രം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്നത് മര്യാദ കേടാണ് കോടതി. എല്ലാവർക്കും സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് അയാൾ സുപ്രീം കോടതിയിൽ വാദിച്ചത്. അല്ല, നിങ്ങൾ നോക്കൂ, ആ കോടതിയിൽ നടന്ന അതിന്റെ ട്രയലിന്റെ കോപ്പികൾ എടുത്തു നോക്കൂ. അദ്ദേഹം വാദിച്ചതോ എല്ലാവർക്കും സാമ്പത്തിക സംവരണം വേണമെന്നാ. എല്ലാവർക്കും സാമ്പത്തിക സംവരണം വേണമെന്നാണ് പിന്നോക്കക്കാരുടെ ലീഗൽ ഇന്റലക്ച്വലായി ഇന്ന് കേരളം കൊണ്ടാടുന്ന ഡോക്ടർ. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയായിരുന്നു. നമ്മുടെ ചില ആളുകളുടെ കേസ് അദ്ദേഹമാണ് സുപ്രീം കോടതി നോക്കുന്നത്. നമുക്ക് അടുത്ത സുഹൃത്താണ്, പരിചയക്കാരനാണ്. അതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആകെ മൊത്തം ടോട്ടാലിറ്റിയിൽ സാമ്പത്തിക സംവരണം കോടതിയിൽ വാദിച്ച ഒരാളാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വാദങ്ങൾ. യഥാർത്ഥത്തിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുമ്പോൾ, എന്ത് സാമ്പത്തിക സംവരണം നടപ്പിലാക്കുമ്പോൾ? ക്രിമിലെയർ സാമ്പത്തിക സംവരണമാണ്. അതായത് നമ്മൾ സാമ്രാജ്യത്വത്തിനെതിരെ പ്രസംഗിച്ച് തുടങ്ങിയ ആളുകൾ അവസാനം സാമ്രാജ്യത്വ ഏജന്റുമാരോ സാമ്രാജ്യത്വ നയങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളുടെ അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് CPM പോലെയുള്ള സംഘടനകളിലേക്ക് അവസ്ഥ അതാണല്ലോ. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. വളരെ പ്രായോഗികമായ ഇടപെടൽ എന്നാണ് അവരതിനെക്കുറിച്ച് MA ബേബി മുതൽ പ്രകാശ് കാരട്ട്, EM ശങ്കര നമ്പൂതിരിപ്പാട്, ഈ ബൂർഷാ ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള മറിമായങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ എന്നാണ് അവർ ആദ്യകാലത്തേക്ക് വിശദീകരിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ബൂർഷാ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രകടനങ്ങളും പ്രചാരവേലകളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതോ, അപ്പോൾ ഈ 8 ലക്ഷം രൂപ 12 ലക്ഷം ആക്കണമെന്ന ദേശീയ പിന്നാക്ക സമുദായ കമ്മീഷൻ ഇപ്പോഴും പിന്നോക്ക സമുദായ കമ്മീഷൻ 12 ലക്ഷവും ബീഹാറിലും ഒഡീഷയിലും 15 ലക്ഷവും അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുകൾ ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റത് 12 ലക്ഷം തന്നെയാണ്. മറ്റത് 12 ലക്ഷം. ഏത് പിന്നോക്ക സമുദായ കമ്മീഷൻ ദേശീയ 12 ലക്ഷം ആക്കണമെന്ന്. അപ്പോൾ 15 ലക്ഷം ആവുമല്ലോ. ഒട്ടും വൈകാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും 15 ലക്ഷം ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 30 ലക്ഷമാക്കിയാൽ പ്രശ്നം പരിഹരിക്കും. അങ്ങനെയാണ് അതിന്റെ ഇരട്ടി പിന്നോക്കക്കാരുടെ ക്രിമിലെയർ. ഞാനിങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പറയാം. അങ്ങനെ 30 ലക്ഷം രൂപ നമ്മുടെ ക്രിമിലെയർ പരിധിയാക്കുകയാണെങ്കിൽ, പിന്നോക്കക്കാരന്റെ ഇരട്ടിയാക്കുകയാണെങ്കിൽ, നമ്മുടെ ഇടയിൽ വ്യവസായികളില്ല, വ്യാപാരികളില്ല, കച്ചവടക്കാരില്ല, അങ്ങനെ മൂലധന കേന്ദ്രീകൃതമായ രീതിയിൽ വികസിച്ച ആളുകളില്ല എന്നത്. അപ്പൊ അവരെ ബാധിക്കില്ലല്ലോ. 30 ലക്ഷം രൂപയാക്കുകയാണെങ്കിൽ ബാധിക്കില്ലല്ലോ. പിന്നെ അവരെ, നമുക്ക് 8 സീറ്റാണല്ലോ പട്ടികജാതിക്കാർക്കുള്ളതോ.
ആ 8 സീറ്റിൽ ഏഴാമതും എട്ടാമതുമായി ഇവരെ പരിഗണിക്കണമെന്നാണല്ലോ സജി കെ ചെയർമാൻ അല്പം മുമ്പ് പറയാം. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? റോസ്റ്റർ സിസ്റ്റത്തിൽ 100 റോസ്റ്റർ സിസ്റ്റത്തിൽ പട്ടികജാതിക്കാരുടെ 8 7ഉം 8ഉമായി അവരെ പരിഗണിച്ചാൽ അവരെ പുറന്തള്ളണ്ട സാർ, അവരെ പുറന്തള്ളണ്ട. അതുപോലെ 2 ആദിവാസി ഉണ്ടല്ലോ, അവരുടെ ഈ പറഞ്ഞ വികസിച്ച മലയാളിമാർ കോളേജൊക്കെ നടത്തുന്ന ആദിവാസികളുണ്ട് കേരളത്തിൽ. ശബരിമല തങ്ങളുടേതാണ് എന്ന് കരുതുന്ന ആദിവാസികൾ അവർ കോളേജൊക്കെ നടത്തുന്നുണ്ട് സാർ. അപ്പൊ അങ്ങനെ വികസിച്ച് വന്നിട്ടുള്ള ആളുകൾ രണ്ടാമത് നിൽക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? രണ്ടാമത് നിൽക്കാൻ അവർ സ്വയം സന്നദ്ധയുടെ അടിസ്ഥാനത്തിൽ. ഞാൻ പറയുന്നത് നമ്മുടെ അകത്ത് നടക്കുന്ന ഈ സംവാദങ്ങൾ നമ്മൾ എവിടെ നിൽക്കണം എന്നതിനെ കുറിച്ച്. അവിടേക്ക് മലയരയൻ പ്രവേശിക്കട്ടെ എന്നല്ല, മലവേടന്മാർ പ്രവേശിക്കട്ടെ എന്ന് തീരുമാനിക്കണം. ഇക്കാലം അത്രയും മലയരയന്മാർ കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന ഈ സംവരണത്തിന്റെ സൗഭാഗ്യങ്ങൾ, അംബേദ്കറിയൻ സംവരണത്തിന്റെ ഗുണഭോക്താക്കളായി നിന്നിരുന്ന ഈ വിഭാഗങ്ങളിൽ മലയരയന് പകരം മലവേടൻ വരുന്നത് ഒരു തെറ്റാണോ സാർ? അതുവഴി എന്ത് പിളർപ്പാണ് സാർ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാവുക? ഒരു പിളർപ്പും ഉണ്ടാകുന്നില്ല സാർ, ഒരു ഉണ്ടാകുന്നില്ല. ക്രിമിലെയർ വന്നാൽ ഒരു പിളർപ്പുണ്ടാവില്ല. ക്രിമിലെയർ വന്നതുകൊണ്ട് ഈഴവരുടെ ഇടയിൽ എന്തെങ്കിലും പിളർപ്പുണ്ടായോ? വെള്ളപ്പള്ളി നടേശൻ ക്രിമിലെയർ ആണ്, അതുകൊണ്ട് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ SH ഗ്രൂപ്പിന്റെ പൈസ അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS അച്യുതാനന്ദന്റെ കാലത്തുണ്ടായ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ അയാൾ ക്രിമിലെയർ ആയതുകൊണ്ട് സമുദായത്തിന്റെ പ്രാതിനിധ്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നാണ് എന്റെ ധാരണ. ഞാൻ പറയാൻ ശ്രമിക്കുന്നതോ, ജസ്റ്റിസ് RN പ്രസാദ് ചെയർമാനായി 1993 സെപ്റ്റംബർ മാസം 9 ഇന്ത്യ ഗവൺമെന്റ് സമർപ്പിച്ച പിന്നോക്കക്കാരുടെ നോൺ ക്രിമിലെയർ വരുമാന പരിധി നോൺ ക്രിമിലെയർ വരുമാന പരിധി, അതിന്റെ മാനദണ്ഡങ്ങൾ ചില കാര്യങ്ങൾ സജി കെ ചെയർമാനോട് പറഞ്ഞു. ഇത് നമ്മൾ സജി കെ ചെയർമാനിൽ നിന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണോ? 30, 40, 50 വർഷമായി നമ്മൾ ഈ സംവരണവുമായി പട്ടികജാതി പട്ടികവർഗ സമുദായത്തിന്റെ വിമോചനത്തിന് വേണ്ടി, വികാസത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും അതുപോലെ തന്നെ പലതരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. വെറുതെ ഇന്നത്തെ സാങ്കേതിക AI സാങ്കേതിക വിദ്യ എന്താ പറയുന്നത്, മെറ്റയോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരില്ലേ? ഒന്ന് കുത്തിയാൽ ഈ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് ക്ഷമയോടുകൂടി സമാധാനത്തോടുകൂടി വീട്ടിലിരുന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് പ്രിയമുള്ള അവതാരകനോട് ശക്തമായി വിയോജിക്കുകയാണ് ഞാൻ. സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2024 ആഗസ്റ്റ് 1 വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സബ് ക്ലാസിഫിക്കേഷൻ വേണോ വേണ്ടേ എന്ന് ചോദിക്കുമ്പോ സ്വകാര്യ മേഖലയിൽ സംവരണം വേണോ എന്ന് പറഞ്ഞതുകൊണ്ടെന്താ കാര്യം? അത് വേറെ കാര്യമാണ് സാർ. എയ്ഡഡ് മേഖലയിൽ 11,000-ൽ പരം ഒഴിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? കേന്ദ്ര സംസ്ഥാന സർവീസിൽ ഏതാണ്ട് നമ്മൾ പ്രാതിനിധ്യത്തിന് അപ്പുറം കടന്നിട്ടുണ്ടോ? ക്ലാസ് 4 ആയിരിക്കാം, പൊട്ടക്കണക്കാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് സബ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടല്ല. ഇത് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നുള്ള രീതിയിലുള്ള സബ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടല്ല അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ക്രീമിലെയർ വരും. അതല്ലെങ്കിൽ ആ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ RPI അത്യപാലയുടെ അയാൾ കൈപൊക്കിയതല്ലേ ഈ ക്രീമിലെയറിന്റെ അനുകൂലമായിട്ട്. അയാൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൊക്കെ വന്നു പോകുന്ന ആളാ. അപ്പൊ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന അത്തപാല അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ക്രീമിലെയറിന് അനുകൂലം, എല്ലാവരും ക്രീമിലെയറിന് അനുകൂലം, മായാവതി അനുകൂലമാണ്. ഇനി ഇപ്പൊ ഇവരെ പരാജയപ്പെടുത്തി ഇന്ത്യ സഖ്യം ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ അയാൾ ഈ പറയുന്ന ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൽ കൈകൊടുക്കിയ ആളല്ലേ? അയാൾ ഇത് വേണ്ടെന്ന് പറയോ? സന്തോഷം, വല്ല ഉറപ്പണ്ട? എനിക്കൊരു ഉറപ്പില്ല. ഞാൻ അതുകൊണ്ട് ക്രിമിലെയർ വരും എന്ന് കരുതുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്കാണ് ഈ പൊതു താല്പര്യ ഹർജി തട്ടി അവിടെ എത്തുകയാണെങ്കിൽ
ഈ ആ ആ സാധനം പാസ്സാവും, ക്രീമി ലെയർ നടപ്പാകും. അപ്പോ നമുക്ക് മാനദണ്ഡങ്ങൾ സംസാരിക്കാം. ഇപ്പൊ ക്രീമി ലെയർ വേണോ വേണ്ടേ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം ഉദ്യോഗസ്ഥന്മാരുടെ കണക്കൊക്കെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിക്കണ കാര്യം മാത്രമാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. 51,783 പേർ പട്ടികജാതിയിൽ നിന്ന് ഉദ്യോഗസ്ഥരുണ്ടോ? 51,700. എന്റെ കൃഷ്ണൻകുട്ടി സാറേ മൊബൈലിലുണ്ടല്ലോ ആ കണക്ക്. 51,783 പേർ. STയിൽ 10,513 പേരും. അല്ലെ, ക്രിമിലെയർ ഏർപ്പെടുത്തിയാലും ഇവരൊന്നും പുറത്തു പോകില്ലെന്ന് സജിക്ക ചെറുമി പറഞ്ഞു. എന്താണ് അതിന്റെ മാനദണ്ഡം? ആ മാനദണ്ഡത്തിന്റെ ക്രിമിലെയറിലെ പിന്നോക്കക്കാരുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ മാനദണ്ഡം ആയിട്ടില്ല. പിന്നോക്കക്കാരുടെ മാനദണ്ഡത്തിൽ പോലും ഒരു ചെറുന്യൂനപക്ഷമായ പുറത്തു പോകും. ഒരു പക്ഷെ KR നാരായണന്റെ ഫാമിലി, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ KG ബാലകൃഷ്ണനും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുന്നത്താട് MLA ആയിട്ടുള്ള PV ശ്രീധരനൊക്കെ പുറത്തു പോയേക്കാം. അതല്ലാണ്ട് അജിതാഘോഷ് പുറത്തു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ നിങ്ങൾ ഈ SC/ST കക്കൂസ് പണിയാൻ, അതല്ലെങ്കിൽ വയറിങ്ങിന്, അല്ലെങ്കിൽ PSC ടെസ്റ്റ്, ഇതിനൊക്കെ പൈസ മേടിക്കാണ്ട് ചെല്ലുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അത് വരുമാന പരിധിയാ, ക്രിമിലെയർ തന്നെയാണത്. ഞാൻ പറയുന്ന ഉദ്യോഗ കാര്യത്തിലായിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്നതിലൊക്കെ ക്രിമിലെയർ ഓൾറെഡി ഉണ്ട്. അത് ഈ പിന്നോക്കക്കാരന് ക്രിമിലെയർ വരുന്നതിന് മുമ്പുണ്ട്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ 5,000 രൂപ, പിന്നെ 12,000 രൂപയായി. ഇപ്പം അത് 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയായി. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ 2.5 ലക്ഷമായി. ഇങ്ങനെ പല തരത്തിലുള്ള ഈ ക്രിമിലെയർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒട്ടുമൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ ക്രിമിലെയർ ഒരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നതാണ്. ക്രിമിലെയറിനെതിരെ 90കളിൽ നമ്മൾ നടത്തിയ പ്രസംഗം ഈ 2025 നടത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം അന്നത് പറയാം ഭരണഘടന വിരുദ്ധമാണ്. ഈ സുപ്രീം കോടതി വിധി ഭരണഘടന വിരുദ്ധമാണ്. ഇന്നത് പറയാൻ കഴിയില്ല, ഭരണഘടന വിരുദ്ധമല്ല. ഭരണഘടന നമ്മുടെ നേതാക്കന്മാർ, പാർട്ടികൾ, നമ്മൾ വിശ്വസിച്ച അംബേദ്കർക്ക് ശേഷം കാഞ്ചറാമിന് ശേഷം മായാവതി എന്നാണ് നമ്മൾ കരുതിയത്. ബുദ്ധനേക്കാൾ വലിയ പ്രാധാന്യം മായാവതിക്ക് ഉണ്ടായിരുന്നു. ആ മായാവതിയുടെ പാർട്ടിയാണോ ഈ ഭേദഗതിക്ക് കൂട്ടുന്നത്? പിന്നെ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കണം? ഒരു സാധ്യതയില്ല. അപ്പോ ഈ പറയുന്ന മലവെള്ളം വന്നു കഴിഞ്ഞു, ഇതെങ്ങനെ വഴിതിരിച്ച് വിടാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അമേരിക്കയിലെ മറ്റേ പഴയ സംവരണത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സുനിൽ സി കുട്ടപ്പ നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഒരു പ്രയോജനവുമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ OP രവീന്ദ്രന്റെ കാര്യം പറഞ്ഞതാ. മുല്ലകൂടി പ്രായത്തിലുള്ള സഹോദരൻ അയ്യപ്പൻ ഈഴവ മെമ്മോറിയൽ വിജയകരമായി നടപ്പിലാക്കുന്നതിന് ഡോക്ടർ പൽപൂരെ സഹായിച്ചു എന്നുള്ള മട്ടിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ കൊണ്ടൊന്നും ഈ സമുദായത്തിന് ഒരു ഗുണവുമില്ല. മറിച്ചോ 1896 ഓക്കെ. ഈ പുസ്തകം ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കോപ്പി തരാം. വെറുതെ പറയണല്ലോ, കോപ്പി തരാം. വേറെ ആർക്കെതിരെ നമ്മൾ കുറ്റം പറയാൻ വേണ്ടി പറയണല്ലോ, ഒരു വസ്തുതയാണ്. അതെ. അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ കണക്ക് മഹാസഭയുടെ നേതാവ് പോയിട്ടില്ലല്ലോ സാറേ. ഉപസംവരണം കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമുണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞേക്കാം. അതായത് ഈ കണക്കന്മാരുടെ ജനസംഖ്യ 10, 100, 1000, 15 ലക്ഷം. 2,45,593 ആണ് 2011 സെൻസസ്. അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. 2011 സെൻസസ് പ്രകാരം അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പട്ടികജാതി ജനസംഖ്യയിൽ 8.8% ഉണ്ട്. പട്ടികജാതി ജനസംഖ്യയിൽ 8.8% ഉണ്ട്. അവർക്ക് 3,337 ഉദ്യോഗങ്ങളേ ഉള്ളൂ. 3,337 ഉദ്യോഗങ്ങളുള്ളൂ. ഉപസംവരണം വരികയാണെങ്കിൽ ആ സമുദായം രക്ഷപ്പെടും എന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അദ്ദേഹം 2024 ആഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 11 സംസ്ഥാനങ്ങളിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തും ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, നടപ്പിലാക്കിയിട്ടുള്ളത്, അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുന്നത്, ഒരു സമുദായം എന്ന നിലയിൽ പരിശോധിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കൂ, പരവനും ഭരതനും ഇതിനെതിരായിരിക്കും. എന്താ കാര്യം? അവര് 35,120 പേരേ ഉള്ളൂ.
35,120 പേരുള്ളൂ. 1.16% അവരുള്ളൂ. അവർ സ്വാഭാവികമായിട്ട് ഈ സുപ്രീം കോടതി വിധിക്കെതിരാ. കാരണം 1339 ഉദ്യോഗം അവരുടെ കയ്യിലിരിക്കുക. 1339 ഉദ്യോഗം അവരുടെ കയ്യിലിരിക്കുക. പുരേര് പിന്നെ ഇതിനെതിരായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ. അതിപ്പോ സണ്യം കവിക്കാടാവാം, അംബുജാക്ഷനാവാം, ഗീതാനന്ദനാവാം, അമ്പക്കരൈത്തുകൾ എന്ന പേരിലൊക്കെയാണ് അവർ അറിയപ്പെടുന്നതെങ്കിലും അവർ ഉന്നയിക്കുന്നത് പുലയവാദമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. PK ചാത്തൻ മാസ്റ്ററുടെ കാലം മുതൽ, അതല്ലെങ്കിൽ ബാബു വിജയനാഥൻ കമ്മീഷൻ അട്ടിമറിച്ച നമ്മുടെ പറവൂരുള്ള ജ്യോതിവാസെ ശ്രദ്ധിക്കൂ. നിങ്ങൾക്കറിയാവുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന KK വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ, KK വിജയലക്ഷ്മിയുടെയും KK അനന്തകുമാറിന്റെ ഒക്കെ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുടെ ജ്യേഷ്ഠ സഹോദരൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന KK വിജയകുമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതെങ്ങനെ നടപ്പിലാക്കിയെന്ന് പരിശോധിക്കാതെ 82-ൽ അതിന്റെ പുറത്തൊരു നോട്ട് എഴുതി വെച്ചു. 8ഉം 2ഉം 10% സംവരണം കൊടുക്കുന്നത് കൊണ്ടും ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഇത് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞ ബാബു വിജയനാഥ കമ്മീഷൻ റിപ്പോർട്ട് 75 മുതൽ പഞ്ചാബിലുണ്ട്. ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ നോക്കില്ല, അങ്ങനെ നോക്കാൻ കഴിയില്ല. അതായത് പട്ടികജാതി സംവരണത്തിന്റെ കഴിഞ്ഞ 90 വർഷമായി 1935 മുതൽ കഴിഞ്ഞ 90 വർഷമായി അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അതങ്ങനെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കളയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമുക്കറിയാം മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മാർക്സ് പറഞ്ഞ ഒരു കാര്യം, ഈ ബൂർഷാ ജനാധിപത്യ വിപ്ലവം നടത്തില്ല. കാരണം സ്വന്തം കാലിൽ കല്ലെടുത്തിടാൻ അവനിനി ആഗ്രഹിക്കില്ല എന്നാ. സ്വന്തം കാലിൽ കല്ലെടുത്തിടാൻ ബൂർഷാസി ആഗ്രഹിക്കുന്നില്ല. കാരണം തൊഴിലാളി വർഗം എന്ന് പറഞ്ഞൊരു വിഭാഗം ഉയർന്നു വരും. അവൻ വർഗസമരം നടത്തും, വർഗസംഘടന കെട്ടിപ്പടുക്കും, സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും പോകും, മുതലാളിമാരെ കെട്ടിയടിക്കും. ഇതാണല്ലോ മാർക്സിന്റെ ഒരു പഞ്ചഘട്ട വിപ്ലവ സിദ്ധാന്തം. അങ്ങ് പറഞ്ഞല്ലോ നമ്മൾ മുതലാളിമാരാവണം. മാർക്സ് തന്നെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ. അതായത് മാർക്സിന്റെ യഥാർത്ഥ അനുയായികൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാർ മാത്രമാണ്. പരമ്പരാഗതമായ ധനസമ്പാദന രീതികളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം. നമ്മളൊരു പുതിയ ലോകത്തെയാണ് പടുത്തുയർത്തുന്നത്. നമ്മളൊരു പുതിയ ലോകക്രമത്തെയാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ബൂർഷാസിയുടെ ധനാഗമ മാർഗങ്ങൾ അതേപടി പിന്തുടരുകയല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആദ്യത്തെ മാനിഫെസ്റ്റോയിൽ മാർക്സ് എഴുതി വെച്ചു. ഇത് വായിച്ചതും മനസ്സിലാക്കിയതും നടപ്പിലാക്കിയതും കേരളത്തിലെ പട്ടികജാതിക്കാരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്നും മുതലാളിമാരുണ്ടാവാതെ പോയത്. നമ്മുടെ ഇടയിൽ നിന്നും മുതലാളിമാരുണ്ടാവാതെ പോയതിന് കാരണം മാർക്സിസം മാത്രമല്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് മാർക്സിന്റെ യഥാർത്ഥ അനുയായികൾ നമ്മളായതുകൊണ്ടാണ് അത് നടപ്പിലാക്കപ്പെടാതെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയിൽ ക്രിമിലെയർ വരും, ഒരു സംശയവും വേണ്ട. ആ ക്രിമിലെയർ വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നടക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയകളെ കുറിച്ച് പ്രാഥമികമായ ധാരണയില്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയും. നിങ്ങൾ രാഷ്ട്രീയ നിരക്ഷരന്മാരായതുകൊണ്ടാണെന്ന് ഞാൻ പറയും. അതുമാത്രമല്ല, സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പര്യന്തം നടത്തിയിട്ടുള്ള, അതായത് 1891 ജനുവരി മാസം 1-ാം തീയതിയാണ് സംവരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നത്, മലയാളി മെമ്മോറിയൽ. അത് മുതൽ 2024 ആഗസ്റ്റ് 1 വരെയുള്ള സംവരണത്തിന്റെ സുദീർഘമായ ചരിത്രം നിങ്ങൾ പഠിക്കൂ, ക്ഷമയോടുകൂടി പഠിക്കൂ. എന്നിട്ട് വരാനിരിക്കുന്ന ക്രിമിലെയറിനെ എങ്ങനെ നമുക്ക് അനുകൂലമായി നമ്മുടെ സമുദായത്തിനകത്ത് പിളർപ്പില്ലാതെ 8 എന്നുള്ളതോ 2 എന്നുള്ളത് അതിനകത്ത് എങ്ങനെയാണ് പുനർനിർണയം ചെയ്യാൻ കഴിയുക? നമ്മുടെ സഹോദരങ്ങളെ അല്പം ചില്ലറയുള്ളത് കൊണ്ട് അല്ലേ ഈ സമ്മേളനത്തിനൊക്കെ 1000-2000 ഒക്കെ അവർ തരില്ലേ, ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ. അപ്പൊ അവരെ സംവരണ പട്ടികയിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല. അവരെ ഈ സംവരണ പട്ടികയിൽ എവിടെ വിന്യസിക്കണം? പുനർവിന്യാസം. ഉപസംവരണത്തിന്റെ സമയത്ത് നമ്മൾ പുനർവിന്യാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. പുനർവിന്യസിക്കല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു മാർഗവും അമിത്ഷായും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ മായാവതിയും അത്തവാലയും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്പം പ്രകോപനപരമായി സംസാരിച്ചാൽ ഞാൻ ഇനിയുണ്ട് കേട്ടോ, എത്ര റൗണ്ട് വേണമെങ്കിലും ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ തയ്യാറാ. അതിനാവശ്യമായ എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്, ഓർഡറുകൾ, കണക്കുകൾ എല്ലാം ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ക്രിമിലെയർ വരും. അത് തടയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. നിങ്ങളെ ഒന്നും നമ്മൾ ഇത് തടയുമെന്ന് കരുതുന്നില്ല. നിങ്ങൾ വലിയ പ്രഭാഷകരാണ്, പണ്ഡിതരാണ്. ആ പണ്ഡിതോചിതമായ പ്രഭാഷണങ്ങൾ നടത്തി ഇങ്ങനെ നടക്കും എന്നല്ലാതെ ക്രിമിലെയർ വരും ഇല്ലേ?
പിന്നോക്കക്കാർ 52% ഉണ്ടായിരുന്നു, 27% ക്രിമിനൽ ഏർപ്പെടുത്തിയിട്ട് ഒരുപാട് ബുദ്ധിജീവികൾ ഒക്കെ അവരുടെ ഇടയിലുണ്ടായി. പ്രഭാഷകരുണ്ട്, നമ്മുടെ 10 ഇരട്ടിയല്ല 1000കണക്കിന് ഇരട്ടി ആളുകൾ. ഒന്നും സംഭവിച്ചില്ല. ഒന്നും അത്ര ഇതല്ല, അതിനേക്കാൾ വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ. അപ്പോ ഇത് വരും. പിന്നെ മണ്ണൊരുക്കുക എന്ന് പറയണത്, മണ്ണൊരുക്കും. അപ്പോ ഇതിലേക്കാണ് ഇനി ചർച്ച നടക്കേണ്ടത്. ക്രിമി ലെയർ വരുന്ന ക്രിമി ലെയറിനെ നമുക്ക് എങ്ങനെയാണോ നമുക്ക് അനുകൂലമാക്കി മാറ്റുക, അതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 1, 2, 3, 4 റൗണ്ടായി ഈ ചർച്ച വികസിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ആരെ കുറിച്ചാ? അല്ല, ഞാനങ്ങനെ പറയും. അവര് പുലയവാദികളാണ്. പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ആണുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അങ്ങനെ പറയാൻ പറ്റുന്നത് ഞാൻ ദലിതല്ല. ഞാനങ്ങനെ പറയും. ഇല്ല, പറയും.